OR കേളുവിനെ മന്ത്രിയാക്കാൻ CPM തീരുമാനിച്ചതിന് പിന്നാലെ പുതിയൊരു വിവാദം കൂടി ഉണ്ടാവുകയാണ്. ചരിത്രപരമായ സംഭവം എന്നാണ് OR കേളുവിനെ മന്ത്രിയാക്കുന്നതിനെക്കുറിച്ച് CPMന്റെ വിലയിരുത്തൽ. കാരണം പട്ടികവർഗ അംഗമായ അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ അവരെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യമാണ് CPM പറയുന്നത്. എന്നാൽ പ്രധാന വകുപ്പായ ദേവസ്വം വകുപ്പ് കേളുവിന് നൽകാത്തതിലാണ് ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. കേളുവിന് നൽകാതെ ദേവസ്വം വകുപ്പ് VN വാസവനാണ് നൽകുന്നത്. പാർലമെന്ററി കാര്യവും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. ഇത് സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് ഇപ്പോൾ ദളിത് സംഘടനകളുടെ ആക്ഷേപം. അതേപോലെ തന്നെ BJPയും ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. തമ്പ്രാൻ നയമാണ് ഇവിടെ CPM എടുത്തിരിക്കുന്നതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. കെ രാധാകൃഷ്ണന് പകരക്കാരനായെത്തിയ OR കേളുവിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാർലമെന്ററി ദേവസ്വം വകുപ്പുകൾ ഒഴിവാക്കിയപ്പോൾ CPM വിശേഷിപ്പിച്ചിരുന്ന ചരിത്രപരമായ തീരുമാനത്തിന് എന്ത് പ്രസക്തി എന്നതാണ് ചോദ്യം. ദളിത് സംഘടനകൾ വിഷയം ചർച്ചയാക്കുന്നു. പട്ടികജാതി വിഭാഗക്കാരനായ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് മേൽജാതിക്കാരന് നൽകിയതിലൂടെ സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താൻ മന്ത്രിസഭാ പുനഃസംഘടന CPM അവസരമാക്കിയെന്നാണ് ആക്ഷേപം. BJPയും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു. കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള്, വിദ്യാഭ്യാസമുള്ള ഒരാള്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്? കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത്? പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട ജാതി വോട്ടുകൾ തിരികെ എത്തിക്കാൻ CPM കണ്ടെത്തിയ അവസരമാണിതെന്ന ആക്ഷേപം ശക്തമാണ്. കെ രാധാകൃഷ്ണന് പകരം പട്ടികവർഗ വിഭാഗക്കാരന് പ്രാതിനിധ്യം നൽകുന്ന അവകാശപ്പെടാമെങ്കിലും ജനസംഖ്യയുടെ 10% വരുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രാതിനിധ്യം ഇല്ലാതായി എന്നതാണ് മറ്റൊരു സാഹചര്യം. ദേവസ്വം വകുപ്പ് ഈഴവ സമുദായാംഗമായ മന്ത്രിക്ക് നൽകിയതിലൂടെ CPM ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം ഫലത്തിൽ തിരിച്ചടിക്കുമോ എന്നത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്